രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തുന്നു. അതിലേക്ക് സനിറ്റ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനിറ്റ, ആഭ്യന്തരമന്ത്രി അവിടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കുടുംബത്തിൻ്റെ നിരവധി ആവശ്യങ്ങൾ കുടുംബം സർക്കാരിന് മുന്നിൽ ആവശ്യപ്പെടുകയുണ്ടായി. അതായത് സർക്കാർ ജോലി വേണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അത്തരത്തിലൊക്കെ ഒരു അനുകൂല നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് രാജേഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ ആശങ്കകൾ ഇത്തരത്തിൽ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. വീട് വെച്ച് കൊടുക്കാമെന്ന് സംബന്ധിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു. അതിനകത്ത് ആലോചിച്ച് വാസ്തവത്തിൽ വളരെയേറെ ദുഃഖമുണ്ട് അവരുടെ ഈ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ. കാരണം അദ്ദേഹം ഒരു അഡ്വഞ്ചർ, ജീവിതം മുഴുവൻ അഡ്വഞ്ചറായി അതിസാഹസ്യമായി ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു അനുഭവം ഉണ്ടായതിൽ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. എന്താണ് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ആലോചിക്കും. ഇതിനിടയിൽ ഈ മൃതദേഹം കൊണ്ടുവരുന്ന വഴിയിൽ ഒരു അനാദരം ഉണ്ടായെന്നൊരു ഇതുണ്ട്. ഈ 2 ആംബുലൻസ് മാറ്റി കിട്ടേണ്ടി വന്നു. അതിന് ഈ ഫ്രീസർ ഇല്ലാത്തൊരു ആംബുലൻസിലാണ് അതിനെ കൊണ്ടുവന്നത് അതെന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശോധിക്കാം. ശരി. രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ രാജേഷിന്റെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തുകയായിരുന്നു. സനിറ്റയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.